ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ റൈസ് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഈ ഒരു പരിവാക്കി ആയി കഴിഞ്ഞാൽ നമ്മളത് ചോറ് ഊറ്റിയെടുക്കണം. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കുനുകുനുവായിട്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അത് ചോപ്പർ കേടായിപ്പോയി ഗായ്സ്. അപ്പോൾ ഞാൻ ഇത് കുനുകുനുവായിട്ട് അരിഞ്ഞു. ഓക്കെ. അപ്പോൾ ക്യാരറ്റും കുക്കുംബർ ആഡ് ചെയ്യാറുണ്ട്, ക്യാപ്സിക്കും പിന്നെ സബോളയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ പിന്നെ എഗ്ഗ് ഉണ്ട്, പിന്നെ മല്ലിയിലയും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കണ്ടാൽ നമ്മുടെ പാത്രം അപ്പം നന്നായി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പാത്രം ചൂടായി വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, വല്ലാണ്ട് കുറേ അങ്ങ് ഒഴിക്കേണ്ട കാര്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. പാൻ ചൂടായിക്കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കണം. അതിലേക്ക് നമ്മുടെ ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അല്ലാതെ അപ്പം തന്നെ വേഗം ഇടണം കേട്ടോ. ക്യാരറ്റും ക്യാപ്സിക്കും സബോളയും ഒക്കെ പെട്ടെന്ന് ഇടാം. അധികം ഇങ്ങനെ വാട്ടാനൊന്നും നിൽക്കണ്ട, കുറച്ച് ഒരു ജസ്റ്റ് സെക്കൻഡ് വേണ്ടു. ഒരു പച്ചയോടെ തന്നെ ഇത് കഴിക്കാനും നമുക്ക് പറ്റണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് സോസ് ആഡ് ചെയ്യണം. സോയാ സോസും കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പകരം കുറച്ച് ഒഴിക്കും. ഇനി നമ്മളത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മൂടിക്കണം. ജസ്റ്റ് സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കണം. കണ്ട എല്ലാ സോസും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വയ്ക്കണം. ഓക്കെ മൈ ഡിയേഴ്സ്. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റൈസ് മെയിൻ ആളെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇടാം. ഓക്കെ, എന്നിട്ട് അത് മിക്സ് ചെയ്യണം. പതുക്കനെ ഇട്ടാൽ മതി, ഒരു ധൃതിയും വേണ്ട. പക്ഷേ ഈസിയാണ്, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ പരിപാടികൾ കഴിയും. കുക്കിംഗ് വളരെ ഈസിയാണ്, പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതാണ്, ബാക്കിയൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അതിലേക്ക് പക്ഷേ ഞാനിത് കുറച്ച് നെയ്യ്, കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. പക്ഷേ നെയ്യ് ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇത്തിരി കൂടുതലാണ്. നെയ്യുടെ ഒരു ടേസ്റ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഓയിൽ ഞാൻ കുറവാണ് ഒഴിക്കാം, പക്ഷേ നെയ്യ് ഒഴിക്കാറുണ്ട് ഗൈസ്. കുട്ടികൾക്ക് കൊടുക്കണം, കാരണം അത് ഹെൽത്തി അല്ലേ. അപ്പോൾ കുറച്ചും കൂടി ഇത് ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഗൈസ്, ഇവിടെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഞാനിതിൽ എഗ്ഗ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആക്ച്വലി അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എഗ്ഗ് മേടിച്ചത് താറാവ് മുട്ടയായിരുന്നു. പക്ഷേ താറാവ് മുട്ടയ്ക്ക് ഒരു പ്രത്യേക മണമായതുകൊണ്ട് ഞാനതിൽ ആഡ് ചെയ്തില്ല. അത് ആൾ തന്നെ വെറുതെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് വേണമെങ്കിൽ എഗ്ഗും ചിക്കനും ഒക്കെ ഇട്ടിട്ട് ഇതുപോലൊരു നല്ല അടിപൊളി ഹെൽത്തി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുന്നതല്ലോ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് കിഡിലൻ ഫ്രൈഡ് റൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യൂ. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.